നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി വന്ന ശേഷവും കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപിനെതിരെ അതിജീവിതയുടെ അഭിഭാഷക ടി.ബി. മിനി സംസാരിക്കുന്നുണ്ട്. കേസിൽ കോടതിയിൽ ദിലീപിന് അനുകൂലമായി പ്രവർത്തിച്ചവരെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ടി.ബി. മിനി. ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനൊരു കേസ് നടത്താൻ ധൈര്യപ്പെടില്ല. അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സംഭവിച്ചത്. സമൂഹം കല്ലെറിയുന്നത് പെൺകുട്ടികളെ തന്നെയാണ്. ആണുങ്ങൾക്ക് സ്വീകരണമാണ്. ഈ കേസിൽ വേറൊരു ആളാണ് ഫോൺ നശിപ്പിച്ചു എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ വക്കീൽ ഹൈക്കോടതി ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തു. പക്ഷേ അപ്പീൽ അയാൾ പ്രതിയായി വരും. പക്ഷേ അയാളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയാം. പൂർണ്ണമായും പാരലൈസ്ഡ് ആണ്. കേസിൽ ഒരുപാട് പേർ കോടതിയിൽ കൂറുമാറിയെന്ന് പറയുന്നത് കള്ളമാണ്. 200-ലേറെ സാക്ഷികളുണ്ട്. അതിൽ 20 പേരാണ് കൂറുമാറിയത്. മൊഴിമാറ്റിയ സിദ്ദിഖിന്റെ അവസ്ഥ എന്താണിപ്പോൾ? സിദ്ദിഖിന്റെ കയ്യിൽ കാശുണ്ടാകും. വീട്ടുകാർ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അയാളുടെ മാനം പോയില്ലേ? എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കേസാണ്. ആ പെൺകുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. പറയാൻ പറ്റാത്തതിന്റെ ട്രോമയും ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ചതിച്ചത് ഇടവേള ബാബുവാണ്. അന്ന് അയാൾ ദിലീപിനെതിരെയുള്ള പരാതിയിൽ ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പല വലിയ നടന്മാരും ഹേമ കമ്മിറ്റിയിലെ എല്ലാ റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നു എന്നും ടി.ബി. മിനി പറയുന്നു.